ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. ഇവിടുന്ന് ഒരു 5-8 വീട് അപ്പുറത്താണ് കേട്ടോ. ഞാനും എൻ്റെ കൊച്ചുമോനും കൂടിയാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരുടെ മുറ്റത്ത് ഒരു കൊക്കോ മരത്തുമ്പോൾ ഒരുപാട് കൊക്കോ പഴം പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി തോട്ടിയൊക്കെ വെച്ച് കെട്ടി മുകളിൽ നിന്ന് കുത്തിയൊക്കെ ഇട്ടു കേട്ടോ. പക്ഷേ കുത്താൻ ഭയങ്കര പാടാണ്, അതിൻ്റെ തണ്ടിന് ഭയങ്കര ബലമാണേ. എന്നാലും 3-4 വീണു. താഴെ 1-2 ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് 2 കൊണ്ട് ഞങ്ങളിങ്ങോട്ട് പോരാൻ നിൽക്കുമ്പോൾ അവിടുത്തെ ആടിൻ്റെ കുഞ്ഞുങ്ങൾ 2 ഉണ്ട്. ഭയങ്കര കരച്ചില്ലട്ടോ. ടെൻഷൻ അടിച്ച് ഓടി നടക്കണ കാണണം അതുങ്ങളെ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയണതെന്ന് വെച്ചാൽ അതിൻ്റെ അമ്മ പാല് കറക്കാനായിട്ട് പുറവശത്തേക്ക് കൊണ്ടുപോയേക്കാണ്. അതുകൊണ്ട് അമ്മയെ കാണാതെ ടെൻഷൻ അടിച്ച് ഓടി കിടക്കാൻ കേട്ടോ അതുങ്ങൾ. അപ്പോൾ അതിനൊക്കെ പുന്നാരിച്ച് ഞങ്ങളിങ്ങോട്ട് പോന്നു. അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞ് 5-6 വീടപ്പുറത്ത് ഒരു കുതിര വളർത്തുന്നുണ്ടെന്ന് നമുക്കറിയായിരുന്നേ. അപ്പോൾ അവിടെ കയറി ആ കുതിരയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷം പറഞ്ഞത് ഇതൊരു പെൺകുതിരയാണ്. ഇതിനൊരു പ്രസവം കഴിഞ്ഞതാണ് ഇതിൻ്റെ. പിന്നെ ഇതിനെ ഇവർ വിളിക്കണത് ആമീന്നാണ് കേട്ടോ. ആമീന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുമെന്നാണ് പറയണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഡെയിലി കുളിപ്പിക്കും, ഷാമ്പൂ ഇട്ട് മുടി ചീകി കൊടുക്കും. പിന്നെ വെയിൽ, ഇവിടുത്തെ കാലാവസ്ഥയിലൊന്നും അതിന് കുഴപ്പമൊന്നുമില്ല. അധികം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി മഴയില്ലാത്തയിടത്തേക്ക് കെട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവിട് കല്ലുപ്പും കൂടി കൂട്ടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുഴച്ച് കൊടുക്കണം അത്രേ. പിന്നെ ഗോതമ്പും വേവിച്ച് കൊടുക്കും. ഇതാണ് അതിൻ്റെ ഫുഡ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അവരുടെ ആഗ്രഹം കൊണ്ട് അവർ വളർത്തണതാണ്. മൈസൂരിൽ നിന്നാണ് ഇതിനെ കൊണ്ടുവന്നേക്കണത്. പിന്നെ ഈ കല്യാണങ്ങൾക്കൊക്കെ ആഡംബരത്തിനായിട്ട് ഫ്രണ്ടിൽ നിർത്താൻ വേണ്ടിയിട്ട് റെൻറ്റിന് വേണ്ടിയിട്ട് അവർ കൊടുക്കാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു വരുമാന മാർഗ്ഗം ഉള്ളത്. പിന്നെ മഞ്ചു മിഠായി കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ട്രീറ്റിൻ്റെ ഭാഗമായിട്ട് ഡെയിലി ഓരോ മഞ്ചു കൊടുക്കും. ഇതൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോന്നു. പോന്ന വഴിക്ക് ഒരു പറമ്പിൽ കുറച്ച് പിള്ളേർ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചുമോനെ അത് കണ്ടപ്പോൾ കളിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവരുടെ കൂടെ അവനെയും ചേർത്ത് കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ബോറടിച്ചു തുടങ്ങി. കാരണം ഇവൻ കുഞ്ഞു കുട്ടിയല്ലേ, കളിക്കാനും അത്ര ആയിട്ടില്ലല്ലോ. പിന്നെ അവൻ വാശി പിടിച്ചെങ്കിൽ ഞാൻ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോന്നു കേട്ടോ. കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് വൈകുന്നേരം നമ്മൾ കൊക്കോക്കായെ മുറിക്കാൻ പറ്റുമല്ലോ കത്തി കൊണ്ട്, ഭയങ്കര ബലമല്ലേ. ചതച്ച് ഇങ്ങനെ കല്ല് വെച്ചിട്ട് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല മൂത്തതായിരുന്നു കേട്ടോ. രണ്ടും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാവരും കൂടി വീട്ടിലെല്ലാവരും കൂടി അത് നന്നായിട്ട് പൊളിച്ചെടുത്ത് കഴിച്ചു ഞങ്ങളെ. ഇതാണ് എൻ്റെ ഇന്നലത്തെ വിശേഷം കേട്ടോ. ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.